SBT ചീഫ് ജനറൽ മാനേജറായ S. ആദികേശവനെ ഹൈദരാബാദിലേക്ക് സ്ഥലം മാറ്റിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. സ്ഥലമാറ്റ നടപടിക്കെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എതിർപ്പ് ഉയർന്നുവരുന്നു. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. SBT ആസ്ഥാനത്ത് ജീവനക്കാരുടെ പ്രതിഷേധം സ്ഥലം മാറ്റം ലയനത്തെ എതിർത്തതുകൊണ്ടല്ലെന്ന വിശദീകരണവുമായി SBTയും രംഗത്തെത്തി. SBT ചീഫ് ജനറൽ മാനേജർ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള അടിയന്തര മെയിൽ സന്ദേശം ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ആദികേശവനെ തേടിയെത്തിയത്. ഉടനടി ചുമതലകളിൽ നിന്നൊഴിയാനും ഹൈദരാബാദിലെ ഓഡിറ്റ് വിഭാഗത്തിൽ ജോയിൻ ചെയ്യാനുമായിരുന്നു നിർദ്ദേശം. SBT SBI ലയനത്തിന് മുന്നോടിയായുള്ള ബാങ്കിന്റെ ആസ്തി ബാധ്യതകൾ തിട്ടപ്പെടുത്താൻ ബോർഡ് യോഗം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനായിരുന്നു S. ആദികേശവൻ. ജീവനക്കാരുടെ ഇൻക്രിമെന്റ് അടക്കമുള്ള ആനുകൂല്യങ്ങളിൽ കുറവ് വരുത്താൻ ഇടയാക്കരുതെന്ന് ബോർഡ് യോഗത്തിൽ ആദികേശവൻ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ ലയനത്തെ സംബന്ധിച്ച് നിയമപ്രശ്നങ്ങളിലെ ചില അവ്യക്തതകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തൊട്ടു പിന്നാലെയാണ് SBTയിലെ തീരെ അപ്രധാന വിഭാഗമായ ഓഡിറ്റ് വിഭാഗത്തിലേക്ക് ആദികേശവനെ മാറ്റി നിയമിക്കാൻ ചെയർമാൻ അരുന്ധതി ഭട്ടാചാര്യ തീരുമാനിച്ചത്. ഉയർന്ന ഉദ്യോഗസ്ഥനെ തന്നെ അപ്രതീക്ഷിതമായി സ്ഥലം മാറ്റിക്കൊണ്ട് പ്രതികാര നടപടിയുമായി ബാങ്ക് രംഗത്ത് വന്നതോടെ ജീവനക്കാർ പ്രതിഷേധവുമായി ബാങ്ക് ആസ്ഥാനത്ത് ധർണ നടത്തി. എന്നാൽ സ്ഥലം മാറ്റം സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്ന് SBT MD CR ശശികുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ശ്രീ ആദികേശവന്റെ ട്രാൻസ്ഫർ നോർമൽ റുട്ടീനായിട്ടുള്ള ഒരു ട്രാൻസ്ഫറാണ്. ആദികേശവനെ സ്ഥലം മാറ്റിയ നടപടിക്കെതിരെ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തെഴുതി. ജീവനക്കാർ പ്രതിഷേധിക്കുന്ന പശ്ചാത്തലത്തിൽ പരാതി പരിശോധിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. ജീവനക്കാരോട് SBT വൈരാഗ്യബുദ്ധിയോടെ പെരുമാറുന്നു എന്നതാണ് സ്ഥലം മാറ്റം സൂചിപ്പിക്കുന്നതെന്നും സ്ഥലം മാറ്റം പിൻവലിക്കണമെന്നും VS അച്യുതാനന്ദൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സ്ഥലം മാറ്റം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് KPCC അധ്യക്ഷൻ VM സുധീരനും രംഗത്തെത്തി. ആദികേശവന്റെ സ്ഥലം മാറ്റം പിൻവലിക്കും വരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് ജീവനക്കാരുടെ തീരുമാനം. S. ജീവൻകുമാർ, തിരുവനന്തപുരം. അടിമാലിയിൽ 9 വയസ്സുകാരൻ മർദ്ദനത്തിനിരയായ സംഭവത്തിൽ മാതാപിതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. കുട്ടിയുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. ഇടുക്കി അടിമാലിയിൽ മാതാപിതാക്കളുടെ ക്രൂരമർദ്ദനത്തിൽ പരിക്കേറ്റ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 9 വയസ്സുകാരന്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് ഗുരുതര നിലയിൽ നസീർ സെലീന ദമ്പതികളുടെ മൂത്ത മകനെ വീട്ടിൽ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത്. വീടിന് സമീപത്തു നിന്നും കുരങ്ങന്റെ ആക്രമണത്തിലാണ് പരിക്കേറ്റതെന്നാണ് കുട്ടി ആദ്യം പോലീസിനും ചൈൽഡ് ലൈൻ പ്രവർത്തകർക്കും നൽകിയ മൊഴി. എന്നാൽ ഇന്ന് രാവിലെ ആശുപത്രിയിലെത്തിയ പോലീസിനോട് കുട്ടി മൊഴി മാറ്റി പറഞ്ഞു. മാതാപിതാക്കളുടെ മർദ്ദനത്തിലാണ് പരിക്കേറ്റതെന്നാണ് കുട്ടി പോലീസിന് നൽകിയ പുതിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിമാലി പോലീസ് മാതാപിതാക്കൾക്കെതിരെ കേസെടുത്തു. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമത്തിനാണ് കേസ്. അതേസമയം മർദ്ദനമേറ്റ കുട്ടിയുടെ സഹോദരൻ കുരങ്ങന്റെ ആക്രമണത്തിലാണ് ജ്യേഷ്ഠന് പരിക്കേറ്റതെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. നസീർ സെലീന ദമ്പതികൾക്ക് ഇവരെ കൂടാതെ 3 മാസം പ്രായമുള്ള കുട്ടിയുമുണ്ട്. നസീർ കഞ്ചാവ് കേസിൽ നിലവിൽ റിമാൻഡിലാണ്. മുലകുടി മാറാത്ത കുട്ടിയുള്ളതിനാൽ കൂടുതൽ അന്വേഷണത്തിന് ശേഷമാകും സെലീനയെ കോടതിയിൽ ഹാജരാക്കുക. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഹൈദരാബാദ് സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത രോഹിത് വെമുല ദളിതനല്ലെന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നിയോഗിച്ച കമ്മീഷന്റേതാണ് റിപ്പോർട്ട്. ഈ മാസം ആദ്യം ജസ്റ്റിസ് AK രൂപൻവാൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് രോഹിത് വെമുല ദളിതനല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. രോഹിത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരോപണവിധേയനായ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ P. അപ്പാറാവുവിനെ വെള്ളപൂശുന്ന നിലപാടാണ് അന്വേഷണ കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത്. രോഹിത്തിന്റെ ആത്മഹത്യയിൽ അപ്പാറാവുവിന് പങ്കില്ലെന്നാണ് കണ്ടെത്തൽ. എന്നാൽ കേന്ദ്ര പട്ടികജാതി കമ്മീഷന്റെ റിപ്പോർട്ടിന് കടകവിരുദ്ധമാണ് കേന്ദ്ര സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ ഇപ്പോഴത്തെ നിലപാട്. അതേസമയം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച കാര്യത്തിൽ HRD മന്ത്രാലയത്തിന് വ്യക്തതയില്ല. രോഹിത് വെമുലയുടെ ആത്മഹത്യ രാജ്യവ്യാപകമായി പ്രതിഷേധമുയർത്തിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയം അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. എന്നാൽ രോഹിത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന ഗുണ്ടൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് നിലനിൽക്കുന്നതിനാൽ ഇപ്പോഴത്തെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കേസിനെ ബാധിക്കില്ല. രോഹിത് വെമുലയുടെ മരണം വിവാദമായപ്പോൾ തന്നെ അദ്ദേഹം പട്ടികജാതിക്കാരനല്ലെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെയും സംഘപരിവാറിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്. ഇന്ത്യൻ സൈന്യത്തിനായി ഫ്രാൻസിൽ നിർമ്മിക്കുന്ന അന്തർവാഹിനിയിൽ നിന്നും രഹസ്യങ്ങൾ ചോർന്നു. ഫ്രഞ്ച് ആയുധ കമ്പനിയായ DCNൽ നിന്നാണ് രഹസ്യങ്ങൾ ചോർന്നത്. അന്വേഷണത്തിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഉത്തരവിട്ടു.
തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ പച്ചക്കറിത്തോട്ടത്തിൽ വിളവെടുപ്പ് നടന്നു. വൈദ്യുതി ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. യൂണിവേഴ്സിറ്റി കോളേജിൽ SFI യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പച്ചക്കറി കൃഷി. തിരികെ മടങ്ങാം ജൈവികതയിലേക്ക് എന്ന ആശയം മുൻനിർത്തിയാണ് കോളേജ് അങ്കണത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത്. ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾ തടയാൻ മലയാളികൾ സ്വന്തമായി പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചേ മതിയാകൂവെന്ന് മന്ത്രി പറഞ്ഞു. കൃഷിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും അച്ഛനമ്മമാരോടൊപ്പം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരവസ്ഥയും അതിൻ്റെ ഭാഗമായി വിഷം കലരാത്തതായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളിൽ നമ്മൾ ഏർപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ജീവിതശൈലി രോഗങ്ങളെന്ന് നാം ഓമന പേരിട്ടിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മാരക രോഗങ്ങളിൽ നിന്ന് മലയാളിക്ക് രക്ഷയുള്ളൂ എന്ന് നിങ്ങൾ കാണണം. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളിലൂടെ വിപ്ലവം സൃഷ്ടിക്കാൻ കേരളത്തിന് കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പച്ചക്കറിത്തോട്ടത്തിനു പുറമെ വാഴത്തോട്ടവും കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ പച്ചക്കറി കൃഷിത്തോട്ടത്തിൽ ആദ്യമായി വിത്തുപാകിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉപയോഗത്തിന് ശേഷം വലിച്ചെറിഞ്ഞ 25,000-ലേറെ മദ്യക്കുപ്പികൾ ഉപയോഗിച്ച സ്കൂൾ കവാടത്തിൽ നിർമ്മിച്ച മദ്യവിരുദ്ധ സന്ദേശ ശില്പം നാടിന്റെ ശ്രദ്ധയാകർഷിക്കുന്നു. കാസർഗോഡ് പിലിക്കോട് സി കൃഷ്ണൻ നായർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കവാടത്തിലാണ് ഇങ്ങനെയൊരു അപൂർവ ശില്പം വിദ്യാർത്ഥികളും ശില്പി കൂക്കാനം സുരേന്ദ്രനും ചേർന്ന് രൂപം നൽകിയത്. മദ്യവിപത്തിന്റെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും സന്ദേശം ഒരുപോലെ നൽകുകയാണ് കാസർഗോഡ് പിലിക്കോട് സി കൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച മദ്യവിരുദ്ധ ശില്പം. ഉപയോഗത്തിന് ശേഷം മദ്യപാനികൾ വലിച്ചെറിഞ്ഞ 25,000-ലേറെ മദ്യക്കുപ്പികൾ ഉപയോഗിച്ചാണ് കീഴാളരുടെ ദൈവത്തിന്റെ ഛായയിൽ ഈ ശില്പം നിർമ്മിച്ചത്. സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പാതയോരങ്ങളിൽ നിന്നും കാവുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും കുപ്പികൾ സമാഹരിച്ചത്. പ്രശസ്ത ജനകീയ ശില്പി കൂക്കാനം സുരേന്ദ്രൻ ശില്പനിർമ്മാണത്തിന് നേതൃത്വം നൽകി. ശില്പത്തെക്കുറിച്ച് കൂക്കാനം സുരേന്ദ്രൻ: നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് മദ്യപാനം. അപ്പൊ അതിനെതിരെ ഒരു പോരാട്ടമായിട്ടാണ് മദ്യക്കുപ്പികൾ കൊണ്ട് ഒരു ശില്പം തീർക്കാനുള്ള ആശയം ഇങ്ങനെ ഉണ്ടായത്. പിന്നെ സമൂഹത്തിൽ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് മദ്യക്കുപ്പികൾ വലിച്ചെറിഞ്ഞിട്ട്. ഇപ്പൊ നമ്മളെ വയലുകൾ, തോടുകൾ, കാവുകൾ ഒക്കെ ഇത് വളരെ മലിനമാക്കപ്പെടുന്നു. മദ്യത്തിന്റെ ഉപയോഗം കുറക്കണമെന്നല്ലാതെ അധികാരികൾ മദ്യക്കുപ്പി എന്ത് ചെയ്യണമെന്ന് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. സിമന്റും കുപ്പികളും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ശില്പത്തിന് കീഴാളരുടെ ദൈവസങ്കല്പമായ ചാമുണ്ടിയുടെ രൂപഭാവമാണുള്ളത്. സംസ്ഥാന എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് ശില്പം അനാച്ഛാദനം ചെയ്തു. ജലസംരക്ഷണത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ശില്പം സ്കൂൾ കവാടത്തിൽ മുമ്പ് കൂക്കാനം സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.